കൂത്താട്ടുകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തെ അഴുക്കുചാലുകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു. വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും പരാതിയുമായി രംഗത്ത്. രണ്ടിടങ്ങളിൽ നിന്നായാണ് ദുർഗന്ധം പരക്കുന്നത്. മാർക്കറ്റ് റോഡിൽ നിർമ്മാണം നടക്കുന്ന അഴുക്കുചാലിൽ നിന്നും സ്വകാര്യ ബസ് സ്റ്റാൻഡിനുള്ളിൽ പഴയ മാർക്കറ്റിന് സമീപത്തെ അഴുക്കുചാലിൽ നിന്നുമാണ് അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത്. കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർക്കറ്റ് റോഡിലെ അഴുക്കുചാലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി പഴയ അഴുക്കുചാലുകൾ പൊളിച്ച് പുതിയവ നിർമ്മിക്കുകയാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓടയിലൂടെയാണ് ദുർഗന്ധത്തോടുകൂടി വെള്ളം ഒഴുകിയെത്തുന്നത്. മാർക്കറ്റ് റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ദുർഗന്ധം എത്തിയതോടെയാണ് വ്യാപാരികൾ പരാതിയുമായി രംഗത്തു വന്നത്. പ്രാഥമിക പരിശോധനയിൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയുടെ പരിസരത്തു നിന്നുമാണ് ജലം ഒഴുകിയെത്തുന്നത് എന്ന് കണ്ടെത്തി. അഴുക്കുചാലുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വൃത്തിയാക്കിയ ഓടയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കം വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതുമൂലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടുത്ത ദുർഗന്ധം വമിക്കുന്നത് പലപ്പോഴും കച്ചവടത്തെ ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. കൂത്താട്ടുകുളത്തെ ഏറ്റവും അതിപ്രാധാന്യം പുരാതനമായിട്ടുള്ളൊരു സ്ഥലമാണ് കൂത്താട്ടുകുളം മാർക്കറ്റ് റോഡ്. ഇതിന്റെ ഏറ്റവും വലിയൊരു വികസനമായിട്ടുള്ള രീതിയിൽ റോഡിന്റെ പണി, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടിയിട്ടുള്ള ഓടയുടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓട പൊളിച്ച് ഇത് പണിതുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് അപാകതകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് പലരും പല രീതിയിൽ ചൂണ്ടിക്കാണിക്കുകയെല്ലാം ചെയ്തു. പക്ഷെ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം പല ബേക്കറികളും അതുപോലെ തന്നെ ഹോട്ടലുകളും ഈ ഓടയ്ക്കകത്തോട്ടാണ് വെള്ളം ഒഴുകുന്നത്. അത് എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയല്ല, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു ടൈം ഗ്യാപ്പിലാണ് ഇവർ ഈ വെള്ളം ഒഴുക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഭയങ്കര മോശം സ്മെല്ലാണ് കടയ്ക്കകത്തും പുറത്തും എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കടയുടെ ബാക്കിൽ ഓടയുണ്ട്, അതിലെല്ലാം ഈ പറഞ്ഞ രീതിയിൽ വേസ്റ്റ് വെള്ളം പോവുകയാണ്. അപ്പോൾ അതിന് ശരിക്കും മുനിസിപ്പാലിറ്റി നല്ല രീതിയിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. കാരണം ഇപ്പോൾ ഇത് പൊളിച്ചിട്ടേക്കുന്ന ഈ വേനൽക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം അവിടെ ഉണ്ട്. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൂടി പോകുന്ന ഓടയില് ഏതോ കടക്കാര് ആരോ വേസ്റ്റ് വെള്ളം ഒഴുക്കി വിടുന്നുണ്ട്. അത് ആരോടും ചോദിച്ചിട്ട് ആരും പറയുന്നില്ല, ആരും സമ്മതിക്കുന്നില്ല. അത് ഭയങ്കര സ്മെല്ലും വരുന്നുണ്ട്. ചില സമയത്ത് അസഹനീയമായ സ്മെല്ലാണ് വരുന്നത്. അത് ഈ സെപ്റ്റി ടാങ്കിന്റെ വെള്ളം തുറന്നു വിടുന്ന രീതിയിലുള്ള സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഇവിടെ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് ആരാ ഒഴുക്കുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് റോഡിന്റെ ഫ്രണ്ടിലുള്ള ഓടയിൽ നിന്ന് നമുക്ക് വേസ്റ്റ് വെള്ളം വരുന്നുണ്ട്. വേസ്റ്റ് വെള്ളം അതുകൊണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലാണ്. ആ സ്മെല്ല് കാരണം കസ്റ്റമേഴ്സ് വരുമ്പോഴും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള നടപടികൾ ചെയ്യും. കട തുറന്ന് ഞങ്ങൾ കടയിലേക്ക് കയറുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ കസ്റ്റമർ തന്നെ അഭിപ്രായം പറയാറുണ്ട്, വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ടെന്ന്. ഇതിനു പുറമെ വ്യാപാര സ്ഥാപനങ്ങളുടെ പുറകിലുള്ള ഉപയോഗശൂന്യമായ കിണറ്റിലും മാലിന്യങ്ങൾ തള്ളിയ നിലയിലാണ് ഉള്ളത്. സമാന അവസ്ഥയാണ് പഴയ മാർക്കറ്റിന് സമീപത്തും. ഈ പ്രദേശത്തും അതിശക്തമായ ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് ഉള്ളത്. ദുർഗന്ധം അസഹ്യമായതോടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പരാതിയുമായി എത്തി. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള ഓട മുഴുവൻ നിറഞ്ഞ് വേസ്റ്റ് നിറഞ്ഞിട്ട് ഫുള്ളായിട്ട് കിടക്കുകയാണ്. ഭയങ്കര ദുർഗന്ധം ഈ ഹോട്ടലിൽ നിന്നുള്ളത്, പിന്നെ അവിടെ ഹിന്ദിക്കാരുടെ ഇറച്ചിക്കടയിൽ നിന്നുള്ളത്, ഞങ്ങൾ കുറെ അറവ് മാലിന്യങ്ങളും എല്ലാം കൂടി കലർന്നിട്ട് ഉള്ള ഭയങ്കര ദുർഗന്ധവും, പിന്നെ ഈച്ചയുടെ ശല്യം, പകർച്ചവ്യാധികൾ, ഇതെല്ലാം ഉണ്ടാകുന്ന പ്രഭവം എന്തിനാ അത്. അപ്പൊ അതിനെതിരെ നമ്മൾ ഇങ്ങനെ മുനിസിപ്പൽ അധികൃതരോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് വന്ന് നോക്കി വേണ്ട നടപടികൾ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടകളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മലിനജലമാണ് ദുർഗന്ധത്തിന് കാരണമാകുന്നത്. മുൻപും ഇവിടെ സമാനമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും പരാതിയെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ഭാസ്കരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജു ജോൺ എന്നിവർ സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി. നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരാതി ഉയർന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പഴയ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളിൽ നിന്നും അഴുക്കുചാലിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നതായി കണ്ടെത്തി. തുടർന്ന് ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിച്ചു. മാർക്കറ്റ് റോഡിലെ ബേക്കറിക്ക് സമീപവും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി.
പ്രാഥമിക പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഓടയ്ക്ക് മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതിനാൽ ബേക്കറിക്കുള്ളിൽ നിന്നും അഴുക്കുചാലിലേക്ക് ഔട്ട്ലെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ ഓട നിർമ്മാണം പുരോഗമിക്കുന്ന മുറയ്ക്ക് ഈ ഭാഗത്ത് വീണ്ടും പരിശോധനകൾ നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ MR സാനു, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ K സിജു, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ CS ശ്രീജി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.